അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ അല്ലേ? ഈ വർഷം നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന അവസാനത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് ഒരു മടിയില്ലാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തും ഒപ്പം തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിന്നാകട്ടെ അവന്റെ ഗ്യാരേജിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. മൂവിന്റെ മെസ്സേജ് വല്ലതും വന്നൊന്നാണ് നോക്കുന്നത്. എന്തായാലും ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് കാണുന്നവൻ ആകെ അപ്സെറ്റ് ആവുന്നു. അപ്പോഴേക്കും മൂ അവളുടെ റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയിരുന്നല്ലോ ജിന്നിനെ പറ്റി. അവൻ തന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ അതൊക്കെ മാറി ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ അവൾക്കുണ്ട്. സന്തോഷം തെറ്റിദ്ധാരണ മാറിയതിന്റെ ആണെങ്കിൽ സങ്കടം അവന്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്ന കാര്യം ആലോചിച്ചിട്ടാണ്. എന്തായാലും അവൾ അങ്ങനെ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്ന ഈ ഒരു സമയം അവളെ വെയിറ്റ് ചെയ്ത് എയർപോർട്ടിൽ അമ്മയും രണ്ടാം അച്ഛനും കാത്തിരിപ്പുണ്ടായിരുന്നു. നീ ഞങ്ങളുടെ കൂടെ കാനഡയിലേക്ക് വരാനേ അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറഞ്ഞാണ് ഇവർ എയർപോർട്ടിൽ അവളെ കാത്തു നിൽക്കുന്നത്. പക്ഷെ അവൾ അവിടെ വരാത്തതിനെ തുടർന്ന് അവൾ ഇല്ലാണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ മൂവിനെ കാണുമ്പോൾ അവൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അനീത്തി എത്തുന്നുണ്ട്. ജിന്ന് എവിടെ ഉള്ളതെന്ന് അറിയാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഗ്യാരേജ് കാണുമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ കുഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് മൂവ് പുറപ്പെടുന്നു. അങ്ങനെ മൂവ് ആട്ടെ ജിന്നുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവളെ കാണുന്നവൻ ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്തേക്ക് അവൾ അമ്മയുടെ കൂടെ പോയിട്ടുണ്ടാകുമെന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ടാണ് അവൻ അത്രയും സങ്കടപ്പെട്ട് ഇവിടെ ഇരുന്നത്. അവൾ പോയിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന് കണ്ട് ആകെ സർപ്രൈസ്ഡ് ആവുന്നവൻ നീ എന്താ പോവാഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ എന്ന് അവൾ അവനെ വിഷ് ചെയ്യുകയാണ്. ആക്ച്വലി 12 മണി ആയോ എന്ന് ക്ലോക്കിൽ നോക്കിയ ശേഷമാണ് അവൾ കറക്റ്റ് ആയി അവനെ ബർത്ത്ഡേ വിഷ് ചെയ്തത്. അവൻ അപ്പോ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട് അവൾ പോവാഞ്ഞതും ഇതുപോലെ അവനെ ബർത്ത്ഡേ വിഷ് ചെയ്തതും അങ്ങനെ ഒക്കെ കൂടി. ആ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുട്ടിക്കാലത്ത് മൂവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം അവർ ദത്തെടുത്ത് വളർത്തിയ ജിന്നിന്റെ യഥാർത്ഥ ബർത്ത്ഡേ എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ആ ടീം അച്ഛനാണ് മൂവിന്റെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് ജിന്നിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒന്നിച്ച് അവർക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നടത്തിയത്. അങ്ങനെ നിങ്ങൾ എന്നും ഇതുപോലെ ഹാപ്പിയായി ഒന്നിച്ചുണ്ടാവണമെന്നും അച്ഛൻ ആ ടീം അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ ജീവിതം പല വഴിക്ക് ഗതി മാറിപ്പോയപ്പോ ജിന്ന് അതൊന്നും ഓർക്കാൻ എവിടെ നേരം. എന്തായാലും അവൾ കറക്റ്റായി ഇന്ന് അവളുടെ ബർത്ത്ഡേ മാത്രമല്ല അവന്റെയും കൂടി ബർത്ത്ഡേ ആണ് എന്ന കാര്യം ഓർത്ത് അവന് വിഷ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ അവന്റെ മനസ്സിലൂടെയും അപ്പോൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്റെ ബർത്ത്ഡേ ആണെങ്കിൽ തീർച്ചയായും ഇന്ന് അവളുടെ ബർത്ത്ഡേയും കൂടി ആണല്ലോ എന്ന് ഓർക്കുന്ന അവൻ അവളെ തിരിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. എന്തായാലും കണ്ണൊക്കെ നിറഞ്ഞു വരുമ്പോഴേക്കും ഓൾറെഡി അവളുടെ കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങിയിരിക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നവൻ വാ വല്ലതും കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ടീം രാവിലെ തൊട്ട് കരച്ചിലായിരുന്നു എന്ന് അവളോട് ചോദിക്കുമ്പോൾ അതെ അതിന് കാരണം ജിന്നാണെന്ന് അവൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താന്ന് ഞാൻ പറയില്ല എന്നും പറയുന്നവൾ ഞാനിവിടെ ഉണ്ടെന്ന് ജിന്നാണോ നിന്നോട് പറഞ്ഞതെന്ന് അനിത്യയുടെ കാര്യം ജിൻ ചോദിക്കുമ്പോൾ അതേ എന്ന് മൂവും പറയുന്നു. ജിൻ ജനിച്ച ശേഷം ആ വീട്ടിൽ ആരും അല്ലാന്നൊരു അവസ്ഥ ജിന്നിന് ഫീൽ ആയിട്ടുണ്ടോ എന്ന് മൂ ചോദിക്കുമ്പോൾ അതെനിക്ക് വലിയ കാര്യമൊന്നുമല്ല, എനിക്കത് ശീലമുള്ള കാര്യമല്ലേ എന്ന് അവൻ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ജിന്നിനെ ദത്തെടുത്ത ശേഷമാണല്ലോ മൂ ജനിച്ചത്. അപ്പോഴും ഇതേ കണക്ക് തന്നെ തനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന മട്ടിലാണ് അവൻ അവിടെ സംസാരിക്കുന്നത്. അങ്ങനെ അവരെ നടക്കുമ്പോഴേക്കും വെളുപ്പിനെ, അതായത് രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ മിക്കതും ക്ലോസ്ഡ് ആണ്. അങ്ങനെ അവർ ഒരു പേസ്ട്രി ഷോപ്പിന്റെ മുന്നിലെത്തുമ്പോൾ ഇഷ്ടമുള്ള കേക്ക് എടുക്കാനായി പറയുന്ന ടീം അവിടെ നിന്ന് ഒരു സ്ട്രോബെറി കേക്കാണ് അവൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡ്രിങ്ക്സ് അടിക്കാൻ താല്പര്യം ഉണ്ടെന്നും കൂടി അവൾ പറയുമ്പോൾ ബർത്ത്ഡേ അല്ലേ പറയുന്നൊക്കെ സാധിച്ചു കൊടുക്കാന്ന് മട്ടില് അവൻ അതും വാങ്ങുന്നു. അങ്ങനെ ഡ്രിങ്ക്സും കേക്കും ഒക്കെയായി ഗ്യാരേജിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് ആ ഒരു ടീം. ഇതാണ് ഇവന്റെ ലോഗോ എന്ന് അവൾക്ക് തോന്നുന്നു. കാരണം അവൻ എപ്പോഴും കൂടുതൽ ടൈമും ഇവിടെ തന്നെയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ കേക്കിൽ ക്യാൻഡിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ടീം അത് ഊതി കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ മൂ ജിന്നിനോട് അവന്റെ ബർത്ത്ഡേയും കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ അവന് ഒരു ബർത്ത്ഡേ വിഷ് നടത്താനായി പറയുമ്പോൾ ഓ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് മട്ടിലായിരുന്നു അവൻ പറയുന്നത്. ആ ടീം അവൾ എപ്പോഴേലും അവന്റെ റിയൽ ബർത്ത്ഡേ എന്നാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത ടോപ്പിക് അല്ലേ എന്ന് അവൻ പറയുന്ന ടീം അങ്ങനെയല്ല, ഒരാളുടെ ബർത്ത്ഡേ എന്നത് അയാളെ സംബന്ധിച്ച് വളരെ പ്രഷ്യസ് ആയ ഒരു കാര്യമല്ലേ, ഇമ്പോർട്ടന്റ് അല്ലേ അതെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, 10-20 വർഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അത്രയും നാള് ഞാനത് മൈൻഡ് ആക്കിയിട്ടില്ലല്ലോ. പക്ഷെ എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം നീ ഈ ലോകത്തേക്ക് വന്ന് ആ ദിവസമാണ് നിന്റെ ബർത്ത്ഡേ എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്ക് അത് പെട്ടെന്ന് ഫീൽ ആവുന്നുണ്ട്. അവളുടെ മുഖമൊക്കെ വാടുമ്പോൾ എന്താ കരയാൻ പോവാണെന്ന് അത് കണ്ടവൻ ചോദിക്കുമ്പോൾ അല്ല എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം ഉണ്ടെന്ന് അവൾ ജിന്നിനെ പറ്റി ആവലാതിപ്പെടുന്നു. സാരയില്ല എന്ന് പറയുന്നവൻ വേഗം ക്യാൻഡിൽ ഊതി കേക്ക് കട്ടിയാനേ അവളോട് പറയുന്നു. അവളാകട്ടെ വേഗം കണ്ണുകൾ അടച്ച് അവളുടെ ആദ്യത്തെ വിഷ് ഉറക്കെ പറയുന്നുണ്ട്. ജിന്നിന്റെ റിയൽ ബർത്ത്ഡേ എന്നാണെന്ന് കണ്ടുപിടിക്കണം എന്നതാണ് അവളുടെ ആദ്യത്തെ ആഗ്രഹം. രണ്ടാമത്തെ വിഷ് അവൾ ഉറക്കെ പറയാതെ മനസ്സിലാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ജിന്നും ഞാനും ഒരിക്കലും പിരിയരുത്, ഞങ്ങൾ ലൈഫ് ലോങ് ഒന്നിച്ചുണ്ടാവണമെന്ന്, അതും ഹാപ്പിയായി. അങ്ങനെ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ആ മെഴുകുതിരി ഊതി അണച്ച് അവിടെ ക്യൂട്ടായി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനും അത് കണ്ട് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവൾക്കുള്ള കേക്ക് കട്ട് ചെയ്തവൻ പ്ലേറ്റിലാക്കി നൽകുമ്പോൾ എന്താ കേക്ക് കഴിക്കുന്നില്ലെന്ന് അവളുടെ ചോദ്യത്തിന് എനിക്ക് കേക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്ന ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ തുറന്ന് അവൻ അത് കുടിക്കാനായി റെഡി ആവുമ്പോഴേക്കും എനിക്കങ്ങനെ ഒത്തിരി ഡ്രിങ്ക്സ് അടിച്ചൊന്നും ഒരു ശീലവും ഇല്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ കുടിച്ച് എന്തെങ്കിലും ഇടകൂടം കാണിച്ചാൽ എന്നെ ഒന്ന് നോക്കിയേക്കണേന്ന് അവൾ പ്രത്യേകമായി പറയുന്നു. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഡ്രിങ്ക്സ് അടിക്കണം എന്നത് അവളുടെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് മനസ്സാറിന് ഞങ്ങൾ അടിച്ചോ ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാന്ന് അവനും
വീണ്ടും ഗ്രീൻ സിഗ്നൽ നൽകിയതോടുകൂടി അവൾ അങ്ങ് കുടിക്കാനേ ഒരുങ്ങുന്നുണ്ട്. എന്തായാലും ആ ടീം അവൾ വളരെ ഹാപ്പിയാണ്. കാരണം അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജിന്നിന്റെ കൂടെ അവളുടെ ബർത്ത്ഡേ ഒപ്പം അവന്റെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായി സാധിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ആകെപ്പാടെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി മൂ ഇരുന്ന് പുലമ്പുന്നതാണ് നമ്മൾ കാണുന്നത്. അമ്മയെ പറ്റിയാണ് പറയുന്നത്. അമ്മ ഇപ്പൊ ഒരാളെ കല്യാണം കഴിച്ചില്ലേ, അയാൾ നല്ല ഒരുത്തനായിരിക്കുമോ, അയാൾ അമ്മയെ പറ്റിച്ചിട്ട് പോവോ, അമ്മയുടെ ഫ്യൂച്ചർ എന്താവും എന്നൊക്കെ അവളിങ്ങനെ സങ്കടപ്പെടുമ്പോ ജിൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതായത് അവളുടെ അമ്മയും അച്ഛനും പിരിഞ്ഞ ശേഷം എത്രയോ നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് അമ്മ കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായും അമ്മ ഇപ്പോ സ്വീകരിച്ചിരിക്കുന്ന അയാളെ അമ്മയ്ക്ക് അത്രയും താല്പര്യം ഉണ്ടായി, ഇഷ്ടമുണ്ടായി, ജെനുവനായി ഒരു കെയർ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അമ്മ അയാളെ കല്യാണം കഴിച്ചത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ പിന്നെ തീർച്ചയായും അമ്മയുടെ ജഡ്ജ്മെന്റിൽ അമ്മയ്ക്ക് അത്രയേറെ വിശ്വാസം ഉണ്ടാവും. അമ്മയുടെ സെലക്ഷൻ ഒട്ടും മോശമാവാൻ സാധ്യതയില്ല എന്ന ആ ഒരു ട്രസ്റ്റ് അമ്മയ്ക്ക് ഉള്ളതുകൊണ്ടല്ലേ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നീ വെറുതെ അവരെ പറ്റി ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഈ ടീം നേരത്തെ തന്നെ ജിൻ തന്റെ യഥാർത്ഥ ബ്രദർ അല്ല, അച്ഛൻ ദത്തെടുത്ത ഒരാളാണെന്ന് അറിയാമായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ പിന്നെ എനിക്കത് മുന്നേ അറിയായിരുന്നു എന്ന് പറയുന്നവൻ, ഇതറിഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ റിയാക്ഷൻ, നിനക്ക് എന്താ തോന്നിയതെന്ന് റീസെന്റ് ആയിട്ടാണ് അവൾ അറിഞ്ഞതെന്ന് തോന്നിയവൻ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം കേൾക്കുന്ന അവളാകട്ടെ അതിനുത്തരം പറയാതെ ഒന്ന് ആലോചിച്ച ശേഷം അമ്മ വീട് വിൽക്കാൻ പോവാന്ന് പറഞ്ഞ് പെട്ടെന്ന് കരയാനായി തുടങ്ങുന്നുണ്ട്. അമ്മ വീട് വിറ്റ് കാനഡയിലേക്ക് പോകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അവളിപ്പോ ഇങ്ങനെ ആ കാര്യം പറഞ്ഞ് വളരെ ക്യൂട്ടായി അവിടെ കിടന്ന് ഇങ്ങനെ കരയുമ്പോൾ അത് കണ്ടവന് ചിരി വരുന്നു. അതൊക്കെ വളരെ എൻജോയ് ചെയ്തവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ കരച്ചിൽ നിർത്തിയിട്ട് വീണ്ടും പുലമ്പുന്നുണ്ട്. എന്റെ അച്ഛൻ എന്നെ വലിയ മൈൻഡില്ല, അമ്മ എന്നെ ഇട്ടിട്ട് കാനഡയിൽ പോന്നു, എന്റെ ചേട്ടൻ എന്നോട് തീരെ സ്നേഹമില്ല, എന്നെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വീണ്ടും ഇങ്ങനെ പുലമ്പുമ്പോ അത് കേട്ട് ചിരിക്കുന്നവൻ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ അവൾക്ക് അതിന് ഉത്തരവില്ല. ഫ്ലാറ്റ് ആയി കണക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വാ വീട്ടിൽ പോവാം, ഇന്ന് കുറച്ച് ഓവറായി, വേഗം പോകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാനെ വിളിക്കുമ്പോൾ ഇല്ല ഞാൻ ഇന്ന് വീട്ടിലോട്ടൊന്നുമില്ല, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാരേജിൽ തന്നെ കിടക്കാനായിട്ടുള്ള പുറപ്പാടായിരുന്നു. പക്ഷെ അത് ശരിയാവൂന്ന് അവന് തോന്നുന്നില്ല. വീട്ടിൽ പോകാനായി അവൻ നിർബന്ധിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു കുരുട്ട് ബുദ്ധി തോന്നുന്നുണ്ട്. അയ്യോ വീട്ടിൽ പോകാനോ, വീട്ടിലേക്കുള്ള പേർക്ക് ഞാൻ എടുത്തില്ല എന്നും പറഞ്ഞ് അവൾ ഒരു അടവെടുക്കുമ്പോ സാരിയില്ല എന്റെ കയ്യിലുണ്ട് കീ എന്നും പറഞ്ഞ് അവൻ അതെടുത്ത് കാണിക്കുമ്പോ മഴ പെയ്യുന്നില്ലേ, മഴയുള്ള സമയത്ത് വീട്ടിൽ പോയാൽ ശരിയാവില്ല എന്നല്ല അവൾ വീണ്ടും അവനോട് പറയുന്നുണ്ട്. അതും അവൻ കേൾക്കുന്നില്ല. അവൾ എങ്ങനെങ്കിലും കൊണ്ടുവിടുമെന്ന് മനസ്സിലാക്കുന്ന അവൾ എനിക്ക് ഒരു വിഷയം കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ബാത്റൂമില് ആ വാട്ടർ ഹീറ്ററിന്റെ പൈപ്പ് ഒക്കെ പൊട്ടിക്കിടക്കല്ലേ, അവിടെ പോയാൽ എനിക്ക് ഹോട്ട് ഷവർ ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ഹോട്ട് ഷവർ എടുക്കാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ബർത്ത്ഡേ ഗേളല്ലേ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്നൊരു ആഗ്രഹം പറയുമ്പോ അങ്ങനെ വേണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ശരിയാ അച്ഛന്റെ വീട്ടില് വാട്ടർ ഹീറ്റർ പൊട്ടിയത് ഇതുവരെ റെഡിയാക്കാൻ സാധിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവനാ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇന്ന് അവിടെ തന്നെ അവളെ നിർത്താനായി സമ്മതിക്കുന്നു. പക്ഷെ പ്രത്യേകമായി ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമെന്ന് അവളോട് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവൾ വളരെ ഹാപ്പി. അങ്ങനെ അവൾ അവിടെ ഉള്ള ടീം പെട്ടെന്ന് അവൾക്ക് വല്ലാതെ വയറുവേദന എടുക്കുന്നു. സംഭവം പീരിയഡ്സ് ആയതാണ്. അവൾ പക്ഷെ വേദന എടുത്തിങ്ങനെ അവനോടൊന്നും പറയാതിരിക്കുമ്പോൾ അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അവൾ അങ്ങനെ തുറന്നു പറയുന്നില്ലെങ്കിലും കാര്യം മനസ്സിലാക്കുന്നവൻ ആയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആയി എന്ന് പറയുന്നു. അങ്ങനെ അവൻ വേഗം ഷോപ്പിലേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ട സാനിറ്ററി പാഡൊക്കെ എടുത്ത് അവൻ ബില്ലടിക്കാനായി പോകുമ്പോൾ ഇനിയൊരു 10-15 രൂപയ്ക്കും കൂടി എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ എന്തോ ഒരു ഐറ്റം അവിടെ ഫ്രീ ഉണ്ടെന്നും പറഞ്ഞ് ആ ഒരു ബില്ലടിക്കുന്ന അമ്മച്ചി അവൻ ആ പറഞ്ഞ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ടീം പാക്കറ്റിനകത്തേക്കാട്ടെ ഒരു സാധനം എടുത്തിടുന്നുണ്ട്. അത് പക്ഷെ അവൻ ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെ സാനിറ്ററി പാഡ് വാങ്ങിച്ചുകൊണ്ട് വന്നവൻ അത് അവൾക്ക് കൊടുത്തിട്ട് വേഗം പോയി റെഡി ആവുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവളാകട്ടെ അകത്തേക്ക് പോയി അവന്റെ ഒരു ബനിയനും ഇട്ടുകൊണ്ടാണ് റെഡിയായി തിരിച്ചു വരുന്നത്. അത് കണ്ട അവൾക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അവനും ഇതെന്തെന്ന മട്ടില് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾക്ക് കിടക്കാനായി അവൻ പതിവായി കിടക്കുന്ന ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവനാകട്ടെ അവിടെ മറ്റൊരിടത്ത് മാറി കിടക്കാനായി ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ മാറി പോകുമ്പോഴേക്കും അവൾ ആ ബെഡിലേക്ക് കിടക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വല്ലാണ്ട് വയറുവേദന കൂടുന്നുണ്ട്. അവൾ ആ ഒരു വെപ്രാളത്തിൽ തിരിഞ്ഞു മറിയുമ്പോൾ അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് ജിൻ എത്തി നോക്കുമ്പോൾ വയറുവേദന കൂടി അവൾ കഷ്ടപ്പെടുകയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകാന്ന് പറയുമ്പോൾ ഇത് എല്ലാ മാസവും വരുന്ന പീരിയഡ്സ് സംബന്ധമായ വയറുവേദനയല്ലേ, സാറില്ലെന്നെല്ലാം അവൾ ഡോക്ടറിന്റെ അടുത്ത് പോവാതിരിക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്താണ് വേദന കുറയ്ക്കാനായി ചെയ്യേണ്ടതെന്ന്. ആ ടീം അവൻ ഒരു അക്യൂ പോയിന്റ് എലവേറ്റ് ചെയ്താൽ ഈ ബുദ്ധിമുട്ട് മാറും എന്ന് മനസ്സിലാക്കി അവളുടെ വയറ് പ്രസ് ചെയ്ത് അങ്ങനെ ഒരു വേദന കുറയ്ക്കാനുള്ള മസാജ് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ അവന്റെ കൈ തൊടുമ്പോൾ അവൾക്ക് അത് വളരെ വാമായി ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൈ വിടാൻ നോക്കുമ്പോൾ വിടിയിക്കാതെ പ്ലീസ് ഈ കൈ തരുമോ, എനിക്കൊരു വേദനയ്ക്കൊരു കുറവ് തോന്നുന്നുണ്ട്, ഒരു ആശ്വാസം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്റെ കൈ ഇങ്ങനെ വയറ്റിൽ പ്രസ് ചെയ്ത് വെച്ച് അങ്ങനെ കിടക്കാണ്. അവനും ശരി അവൾക്കൊരു ആശ്വാസം കിട്ടുന്നെങ്കിൽ ആവട്ടെ എന്ന രീതിക്ക് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ അടുത്തിരുന്ന് അവൾ അങ്ങനെ കിടക്കുമ്പോൾ കൈ തിരിച്ച് വലിച്ചെടുക്കാതെ കൈ അങ്ങനെ വെച്ചു കൊടുത്ത് അവൾക്ക് വീശൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് മൂവിന്റെ അച്ഛന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ മകനായിരുന്നു ജിൻ. ആ ഒരു സുഹൃത്ത് മരിച്ച ശേഷമാണ് അനാഥനായ ജിന്നിനെ മൂവിന്റെ അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അദ്ദേഹം ദത്തെടുത്ത മകനായി. ഈ സമയത്ത് മൂവിന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നു. മൂ ആണ് ആ വയറ്റിലുള്ള കുഞ്ഞുമാവ. അപ്പോഴേ അവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിനെ ശക്തമായി എതിർത്തെങ്കിലും മൂവിന്റെ അച്ഛൻ അത് കേൾക്കാതെ ജിന്നിനെ മകനായി അവിടെ വളർത്തുകയായിരുന്നു. അങ്ങനെ എപ്പോഴും ജിന്നിനോടുള്ള ഇഷ്ടക്കേട് മൂവിന്റെ അമ്മ കാണിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മൂ ജനിച്ച് ഏതാണ്ട് അവൾക്ക് ഒരു
ഒരു 2 വയസ്സുള്ളപ്പോഴും അവൾ ഒട്ടും തന്നെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അവൾ സംസാരിക്കാത്തതിന്റെ പഴിയും ജിന്നിന്റെ തലയിൽ കെട്ടിവെച്ച് ജിന്നിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, എന്നാലേ അവൾ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അവസരത്തിലും ജിന്നിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായി മൂവിന്റെ അമ്മ ശ്രമിച്ചിരുന്നു. അങ്ങനെ അവർ ജിന്നിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായി ഒരുങ്ങുന്ന ആ ഒരു ടൈമാണ് ആദ്യമായി മൂ ഒരു വാക്ക് അവളുടെ ലൈഫിൽ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ വാക്ക് മറ്റൊന്നും ആയിരുന്നില്ല, ബ്രദർ എന്നതായിരുന്നു. അതായത് മൂവിനെ സംബന്ധിച്ച് അവൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയ ആളായിരുന്നു. വളരെ കുട്ടിക്കാലം മുതലേ ജിൻ എന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അന്നത്തെ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും ആ ഒരു ഗാരേജിലുള്ള ബാക്കി ജോലിക്കാരെത്തുന്നുണ്ട്. അതൊരു വർക്ക്ഷോപ്പ് സെറ്റപ്പ് ആണല്ലോ. അവരാകട്ടെ അവിടെയുള്ള ജിന്നിന്റെ ബെഡ് കണ്ട് ജിന്നല്ലാണ്ട് വേറെ ആരും അവിടെ കിടന്ന ലക്ഷണം ഉണ്ടല്ലോ, പക്ഷെ ജിന്നങ്ങനെ ആരെയും ആ ബെഡിന്റെ സൈഡിലേക്ക് അടുപ്പിക്കുന്നതല്ല. എന്നാലും ആരായിരിക്കും കിടന്നതെന്നൊക്കെ പെറുവർക്കുമ്പോൾ ഇനി സ്നേക്ക് ആയിരിക്കുമെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അതിന് ഒരു ചാൻസും ഇല്ല. അവൾ ജിന്നിനെ കറക്കിയെടുക്കാൻ കുറെ നോക്കിയതാ, പക്ഷെ ജിന്ന് അവളെ ഏഴായാലും തടുപ്പിക്കില്ല എന്നെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരങ്ങനെ ആ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കാർ റെഡിയാക്കാൻ നോക്കുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല. തുടർന്ന് അവർ അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴേക്കും ഈ ഒരു വർത്താനം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മൂവ് വരുന്നുണ്ട്. അവൾ ആ കാറ് എന്തോ ഒരു പാർട്ട് മാറ്റി പെട്ടെന്ന് തന്നെ ഒരൊറ്റ ടച്ചപ്പിൽ റെഡിയാക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് എത്തുന്ന അവർ അവളെ കണ്ട് ഇത് ആരപ്പാന്ന് മട്ടിലിരിക്കുമ്പോഴേക്കും ഞാൻ ജിന്നിന്റെ സിസ്റ്റർ ആണെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വാ പൊളന്ന് നിൽക്കാണ്. കാരണം എന്താ, ജിന്നിന്റെ ടീഷർട്ട് ഇട്ട് അടിയിൽ പാന്റ് ഒന്നും ഇടാത്ത കണക്കാണല്ലോ അവള് നിൽക്കുന്നത്. അവരിങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന ജിൻ അവരോട് പോയി പണി ചെയ്യാനേ പറഞ്ഞ് അവളോട് നല്ല നീളമുള്ള വല്ല പാന്റും ഇട്ടോണ്ട് വന്നു പറഞ്ഞ് അവൾ ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ പാന്റ് ഒക്കെ ഇട്ട് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവൾ എത്തുമ്പോൾ അവനുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഇടുന്ന ചില വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലെന്നെല്ലാം അവൾ പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് അവളുടെ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കുന്നവൻ അത് കഴിക്കാനായി കൊടുക്കുമ്പോഴേക്കും എന്റെ സ്യൂട്ട് കേസ് ഒന്ന് എടുക്ക്, എന്റെ ഡ്രസ്സൊക്കെ അതിലല്ലേ എന്നിങ്ങനെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുപ്പിക്കുന്നതിനെ പറ്റി അവൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു രാത്രിയിലത്തേക്ക് മാത്രമാണ് നിന്നെ ഇവിടെ നിർത്താനേ സമ്മതിച്ചത്, ഇനി അങ്ങോട്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, വീട്ടിലേക്ക് പൊക്കോർന്നോ അവൻ പറയുന്ന ടീം അവൾ അത് കേൾക്കാൻ റെഡിയല്ല. ഞാൻ ഇനിയും 2 ദിവസം ഇവിടെ നിൽക്കാൻ പോവാണെന്ന് അവള് പറയുമ്പോൾ അതവൻ സമ്മതിക്കാത്തപ്പോൾ ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ലെന്ന് ആ വയറുവേദന കാരണം പിന്നെ എങ്ങനെ ഇന്നലത്തെ ആ ഒരു സ്റ്റേ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവൾ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ അവന്റെ ആ ഒരു സ്റ്റാഫ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. അനീത്യ എന്ന് പറഞ്ഞിട്ട് ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് മട്ടില് ഇവരുടെ ഈ സംസാരം കേട്ട് അവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ജിന്നാകട്ടെ ഇതില് നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ടുണ്ട്, മര്യാദയ്ക്ക് അതെടുത്ത് കഴിച്ചോ, പിറക്കി മാറ്റരുതെന്ന് പറയുമ്പോൾ നൈസായിട്ട് അവൾ അത് പിറക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവൻ എത്തി നോക്കുമ്പോഴേക്കും അവൾ തിരിച്ചതിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ വഴിക്ക് വന്ന മട്ടില് അവനും നിൽക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിന്നിന്റെ മുകളിൽ ബെറ്റ് വെച്ച് ആളില്ലേ ലിൻ ആളുകളോട് ഒരു കാര്യം സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ലിൻ ഈ അടുത്ത് ഒരു റേസിൽ പങ്കെടുത്തപ്പോൾ ലിന്നിന്റെ കാർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതിന് 1000 HP പവർ ആണുള്ളത്. പക്ഷെ അതിനേക്കാൾ പവർഫുൾ ആയി ഏതാണ്ട് ഒരു 2000 HP യോളം പവർ വരുന്ന ഒരു റെയർ ആയ മൾട്ടി റോട്ടർ എഞ്ചിനുള്ള പറഞ്ഞു വരുമ്പോൾ ആ നാട്ടില് ലിന്നാണ് ഏറ്റവും വലിയ റേസിംഗ് കാർ വെച്ചിരിക്കുന്നതെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അതിനേക്കാളും മികച്ച ഒരു റേസിംഗ് കാർ അന്ന് അവൻ അവിടെ കണ്ടിരുന്നു. അതൊരു കറുത്ത കാറാണ്. പിന്നെ ആ കാർ ആരാണ് ഓടിച്ചതെന്ന് അവൻ കുറെ അറിയാൻ ഈ ഒരു ശ്രമം നടത്തിയെങ്കിലും മുഖമൊന്നും മര്യാദയ്ക്ക് കാണാൻ സാധിച്ചില്ല. ബേസ്ബോൾ ക്യാപ്പ് ധരിച്ചിരുന്ന ഒരാളാണ് ആ വണ്ടി ഓടിച്ചതെന്ന് മാത്രം അവനറിയാം. അപ്പോൾ സംഘടിപ്പിക്കാൻ സാധിച്ച ഒരു സൈഡ് പ്രൊഫൈലുള്ള ഫോട്ടോ കാണിച്ചു, അതായത് സൈഡിൽ നിന്ന് എടുത്തേക്കുന്ന കണക്ക് ഒരു ഫോട്ടോ കാണിച്ചാണ് ഇത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം, ഈ ഒരു കാർ കൈവശം വെച്ചിരിക്കുന്ന ആരാണെന്ന് എനിക്കറിയണം, എന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച റേസിംഗ് കാർ ആർക്കുള്ളതെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞ് എന്ത് വില കൊടുത്തും ആ ഒരു വ്യക്തിയെ കണ്ടെത്താനായുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മൊത്തം സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഇത്തരം ഒരു മോഡിഫൈഡ് കാർ തയ്യാറാക്കാനേ അധികം ആർക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരാള് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയണോ എന്നാണ് ലിൻ അവന്റെ ആളുകളോട് ആ ഒരു അജ്ഞാത റേസറിനെ കണ്ടെത്താനായി ഓർഡർ ഇടുന്നത്. മുഖമൊന്നും വ്യക്തമല്ലെങ്കിലും മിക്കവാറും അത് നമ്മുടെ ജിന്നാവാൻ തന്നെയാണ് സാധ്യത. കാരണം അവൻ ഒന്നാമതൊരു റേസറാണ്, രണ്ടാമതായി ഇതുപോലെ കാറിന്റെ മെക്കാനിക് പരിപാടിക്ക് അവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാർ മോഡിഫൈ ചെയ്യുക എന്നത് അവനെ സംബന്ധിച്ച് വലിയ ഡീലൊന്നും അല്ല. എന്തായാലും ഈ റേസ് ആകട്ടെ വളരെ സീക്രട്ട് ആയ സ്ഥലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് CCTV ഫുട്ടേജ് ഒന്നും തന്നെ ലിന്നിന്റെ കയ്യിലില്ല. ആ വ്യക്തി ആരാണെന്ന് കാണാനേ ഈ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് അവൻ ആളെ കണ്ടെത്തോ, ഇനി കണ്ടെത്തി കഴിഞ്ഞത് ജിന്നാണെന്ന് അറിയുമ്പോൾ എന്താണ് ലിന്നിന്റെ അടുത്ത നടപടി എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.